ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ വാൽപ്പാറയിലാണ്. പൊള്ളാച്ചിയിൽ നിന്നും 65 കിലോമീറ്റർ മാത്രമാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ദൂരം. ഈ വാൽപ്പാറയിലേക്ക് വരാൻ പൊള്ളാച്ചിയിൽ നിന്നും ധാരാളം ബസ്സുകളുണ്ട്. ഇനി ഇവിടുന്ന് ഞാൻ തിരികെ പൊള്ളാച്ചിയിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് 40 ഹെയർപിൻ ബെൻഡ്. നമ്മൾ തിരികെ പോകുമ്പോൾ ഈ ഹെയർപിൻ ബെൻഡിൻ്റെ നല്ലൊരു വ്യൂ ആണ്. മാത്രമല്ല ഇപ്പോഴും സമയം വൈകുന്നേരം 4:30 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കോടമഞ്ഞെല്ലാം ഇറങ്ങുന്ന ആ ഒരു സമയമാണ്. ചിലപ്പോൾ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും നമുക്ക് തിരികെ ഇവിടെ നിന്ന് ബസ്സിൽ കയറി പൊള്ളാച്ചിക്ക് പോവാം. ഇവിടെ നിന്നും പൊള്ളാച്ചിക്ക് പോകാൻ ബസ് ടിക്കറ്റ് ചാർജ് 64 രൂപയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ടേക്ക് വന്നത്, അതായത് പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയ്ക്ക് വന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 64 രൂപയായിരുന്നു. അപ്പോൾ തിരികെ അങ്ങോട്ടേക്ക് പോകാനും അത്രയും തന്നെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാ കണ്ടില്ലേ, ഒരു ബസ് വന്ന് നിൽപ്പുണ്ട്. ഇതിൽ കയറി നമുക്ക് പൊള്ളാച്ചിക്ക് വിടാം. ഇത് തിരുപ്പൂർക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. ഇത് പൊള്ളാച്ചി വഴിയാണ് തിരുപ്പൂർ പോകുന്നത്. എന്തായാലും ഉടനെ ഈ ബസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഈ ബസ്സിൽ കയറി പൊള്ളാച്ചിയിലേക്ക് പോവാം. അങ്ങനെ ഏറ്റവും ബാക്കിലത്തെ വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചാടി ചാടി അങ്ങ് പോവാം. പക്ഷേ ഞാൻ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഏറ്റവും ബാക്കിലിരിക്കാൻ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇതാ കണ്ടില്ലേ, ഫ്രണ്ടിലായിട്ട് സീറ്റ് കുറച്ച് ഗ്യാപ്പാണ്. നടുക്ക് വാതിലായതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രൈവസി ഉണ്ട്. കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം. മസാലയിൽ പൊരിച്ച കപ്പലണ്ടി വാങ്ങിയിട്ടുണ്ട്. ഇതും കുറച്ചിരുന്നങ്ങ് പോവാം. അങ്ങനെ നമ്മുടെ ബസ് വാൽപ്പാറ ഡിപ്പോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുവാണ്. വൈകുന്നേരം 4:35 വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മുടെ ബസ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വാൽപ്പാറ ടൗണിലൂടെയാണ്. ഇത് ദൂരെയായിട്ട് കണ്ടില്ലേ തേയിലത്തോട്ടങ്ങളെല്ലാം. കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ തേയിലത്തോട്ടത്തിന് അടുത്തൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള വഴികളിലൂടെ ആയിരിക്കും നമ്മുടെ ബസ് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ബസ് നിൽക്കുന്ന ഈ സ്ഥലത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കുറച്ച് ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. നോക്കട്ടെ, കണ്ടില്ലേ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബസ്സിലേക്ക് കയറാമായിരുന്നു. പക്ഷേ സീറ്റ് കിട്ടില്ല. അതാണ് ഞാൻ ഡിപ്പോയിലേക്ക് പോയത്. അങ്ങനെ വാൽപ്പാറ ടൗൺ കഴിഞ്ഞതിന് ശേഷം തേയിലത്തോട്ടത്തിലേക്ക് കയറിയിരിക്കുവാണ്. ഇനി കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ തേയിലത്തോട്ടവും കാടും ഹെയർപിൻ ബെൻഡുകളും എല്ലാം നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ ഏകദേശം വളവുകളും തിരിവുകളും തുടങ്ങിയിട്ടുണ്ട്. ബസ്സിൽ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് വലുതായിട്ട് തൂക്കി അടിക്കുന്നില്ല. കാര്യം നല്ല വെയിറ്റാണ് ബസ്സിൽ. ബസ് നിറഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ട് ബസ്സിന് തന്നെ പറ്റുന്നില്ല തൂക്കി അടിക്കാനേ. അതുകൊണ്ട് ബാക്ക് സീറ്റ് ഇരുന്നിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതാ ഇവിടെ ആയിട്ട് ഒരാൾ കയറുവാണ്. ഈ നിർത്തിയ ബസ് സ്റ്റോപ്പിൻ്റെ പേര് പൂത്തോട്ടം എന്നാണ്. പൂത്തോട്ടം എസ്റ്റേറ്റ് ഉണ്ട് അവിടെ. അവിടെ ഒരു തേയില എസ്റ്റേറ്റിൻ്റെ പേര് പൂത്തോട്ടം എന്നാണ്. അതുകൊണ്ടാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് പൂത്തോട്ടം. നല്ലൊരു കയറ്റമാണ് കേട്ടോ. വണ്ടി നല്ല മൂളിയാണ് മുകളിലേക്ക് കയറുന്നത്. കയറ്റം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ ഇറക്കമുണ്ട്. അങ്ങനെ വീണ്ടും കയറ്റം, വീണ്ടും ഇറക്കം, അങ്ങനെയാണ്. പിന്നെ ഫൈനലായിട്ട് നല്ലൊരു ഇറക്കമാണ്. ആഴിയാർ എന്ന് പറഞ്ഞ സ്ഥലം വരെയും നല്ല ഇറക്കമാണ്. അങ്ങനെ ആ ഒരു ഇറക്കം ഇറങ്ങുമ്പോഴും മുകളിൽ നിന്നും താഴെയായിട്ട് ആ ഒരു ഡാമെല്ലാം കാണാം. ആഴിയാർ ഡാം, ആഴിയാർ നദിക്ക് കുറുകെയുള്ള ആഴിയാർ ഡാം. അങ്ങനെ ഇവിടെ നിന്നും നമ്മുടെ ഹെയർപിൻ ബെൻഡുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. 40ാമത്തെ ഹെയർപിൻ ബെൻഡാണിത്. ഇനി 39, 38 അങ്ങനെ കുറഞ്ഞ് ആഴിയാർ എത്തുമ്പോൾ 1 അവസാനിക്കും. അതായത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് 1, 2, 3 എന്ന് തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ പൊന്മുടിക്കൊക്കെ 22 ഹെയർപിൻ ബെൻഡേ ഉള്ളൂ കേട്ടോ. പിന്നെ മൂന്നാർ, വയനാട് ആ ഭാഗത്തെല്ലാം 20-ൽ താഴെ ഹെയർപിൻ ബെൻഡേ ഉള്ളൂ. ഇവിടെ 40 എണ്ണം ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കേ. ഇതിലും കൂടുതൽ ഹെയർപിൻ ബെൻഡ് ഉള്ളതുണ്ട്. അത് കൊല്ലിമലയിലാണെന്ന് തോന്നുന്നു. കൊല്ലിമലയിൽ ഏകദേശം 70 ഹെയർപിൻ ബെൻഡ് ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള റോഡുകളിൽ ഒന്നാണ് കൊല്ലിമലയിലേക്കുള്ള പാത. സേലത്താണ് കൊല്ലിമലയുള്ളത്. ഹെയർപിൻ ബെൻഡ് വളയ്ക്കുമ്പോൾ ഈ ഡോറിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, അത് റോഡിൽ ഒരയും. അതിൻ്റെ ഒരു ശബ്ദമാണ് ആ കേട്ടത്. ക്രർ എന്നൊരു സൗണ്ട് കേട്ടില്ലേ, ആ ശബ്ദം. കുറച്ച് ഭാഗമെല്ലാം വനമുണ്ട്. പിന്നെ കുറേ ഭാഗങ്ങളെല്ലാം തേയിലത്തോട്ടവും ഉണ്ട്. അതാണ് ഈ വാൽപ്പാറയുടെ പ്രത്യേകത. ഇത് അടുത്ത ഹെയർപിൻ ബെൻഡ് വളയുവാണ്. 38ാമത്തെ ഹെയർപിൻ ബെൻഡ്. ഒരെണ്ണം നമുക്ക് എവിടെ മിസ്സായി. ഓരോ ഹെയർപിൻ ബെൻഡിലും ഓരോ മൃഗങ്ങളുടെ പേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ മൃഗങ്ങളുടെ പേര് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസും കാണിച്ചിട്ടുണ്ട്. ഓരോരോ ഹെയർപിൻ ബെൻഡിനും ഓരോരോ വ്യത്യസ്തമായ പേരാണ്. ഇപ്പോഴൊരു ഹെയർപിൻ ബെൻഡ് വളഞ്ഞായിരുന്നു. ഈ ഹെയർപിൻ ബെൻഡിൻ്റെ പേരാണ് ടൈഗർ ഹെയർപിൻ ബെൻഡ്. അങ്ങനെ ഓരോരോ ഹെയർപിൻ ബെൻഡിനും ഓരോരോ പേരിട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ഒരു പേരാണ് ടൈഗർ ഹെയർപിൻ ബെൻഡ്. ഇത് നോക്കേ, മലമുകളിലായിട്ട് കോടമഞ്ഞ് കാണാം. മരങ്ങൾ തടസ്സമായി. കണ്ടില്ലേ, മലയുടെ മുകളിലായിട്ട് കോടമഞ്ഞ്. 32ാമത്തെ ഹെയർപിൻ ബെൻഡാണ് ഇപ്പോഴും കഴിഞ്ഞത്. ഇവിടെ ആയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കുറേ വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതാ നോക്കേ,
തേയിലത്തോട്ടത്തിന് ഇടയിലോട്ടൊക്കെ ആൾക്കാരൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. 32ാമത്തെ ഹെയർ പിൻ ബെൻഡിനടുത്തായിട്ട്. അങ്ങനെ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോഴും നോക്കേ, തേയിലത്തോട്ടത്തിന് നല്ലൊരു വ്യൂ കൊള്ളാമല്ലേ ഈ ഒരു ഭാഗം. ഇഷ്ടം പോലെ ഏക്കർ കണക്കിന്, കിലോമീറ്റർ കണക്കിന് തേയിലത്തോട്ടമാണ്. ഇതോ കണ്ടില്ലേ താഴെയായിട്ട്, ആ റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഒരു ഹെയർ പിൻ ബെൻഡ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ കാണുമായിരിക്കാം. അവിടെ നിന്ന് വളവ് വളഞ്ഞ് അങ്ങോട്ടേക്ക് പോകും. 31ാമത്തെ ഹെയർ പിൻ ബെൻഡ് കണ്ടില്ലേ, നമ്മൾ വളഞ്ഞ് ആ റോഡിലേക്ക് കയറിയിരിക്കുവാണ്. നമ്മൾ വന്ന റോഡ് മുകളിലായിട്ട് കാണാം. ദോ കണ്ടില്ലേ ആ റോഡ്. കോടമഞ്ഞെല്ലാം താഴേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് കാണാം. ബസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതോ ആ ഒരു മലയുടെ മുകളിലേക്ക് നോക്കേ, കംപ്ലീറ്റ് കോടയാണ്. താഴെയായിട്ട് കണ്ടില്ലേ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന ആ ഒരു വീടുകളും ലയങ്ങളും ഒക്കെയാണ്. അതിങ്ങനെ തേയിലത്തോട്ടത്തിനിടയിൽ കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ ഇതാ കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് വാട്ടർഫാൾ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ആയിട്ട് നോക്കേ, തേയിലത്തോട്ടത്തിന് സൈഡിലായിട്ട് നല്ല ബോർഡർ പോലെ ചെയ്തിട്ടുണ്ട്. ചെടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ വാട്ടർഫാൾ ബസ് സ്റ്റോപ്പിൽ ഒരു ആൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മൾ പോകുന്നതിന് സൈഡിലായിട്ട് ചെറിയൊരു അരുവിയൊക്കെ പോകുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം അല്ലേ. വാട്ടർഫാൾ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തായിട്ടാണ് നമ്മൾ ഈ കണ്ട അരുവിയും എല്ലാം. കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോഴും ഇവിടെ ഒരു ഹെയർ പിൻ ബെൻഡ് ഉണ്ട്. അവിടെ ചെറുതായിട്ടൊരു ബ്ലോക്ക് ആയിരിക്കുകയാണ് കേട്ടോ. ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ആയതാണ്. കാര്യം ഈ റോഡ് ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് വളയ്ക്കുകയും തിരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ 1-2 കാർ ബ്ലോക്ക് ആയിട്ടുണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു വ്യൂ എല്ലാം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഹെയർ പിൻ ബെൻഡ് നമ്പർ 26 നമ്പർ ഹെയർ പിൻ ബെൻഡ് ആവുമ്പോൾ തേയിലത്തോട്ടം എല്ലാം കഴിഞ്ഞു. അതായത് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇനി 25ാമത്തെ ഹെയർ പിൻ ബെൻഡാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ഹെയർ പിൻ ബെൻഡൊക്കെ മിസ്സാവും, നിങ്ങൾ ക്ഷമിക്കുക. മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് ഹെയർ പിൻ 25ാമത്തെ ഹെയർ പിൻ ബെൻഡിൻ്റെ പേരാണ്. കൊള്ളാമല്ലോ. എന്തായാലും വണ്ടികളൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് കാണാനൊരു രസമാണ്. പ്രത്യേകിച്ച് ഈ കാറുകളൊന്നുമല്ല, ഹെവി വെഹിക്കിൾസേ വളഞ്ഞു വരുന്നത് കാണാനൊരു പ്രത്യേക ലുക്കാണ്. 23ാമത്തെ ഹെയർ പിൻ ബെൻഡെല്ലാം ആയപ്പോൾ ഏകദേശം താഴേക്കുള്ളൊരു നല്ലൊരു വ്യൂ എല്ലാം കാണുന്നുണ്ട് ദൂരെയായിട്ടേ. ഇതാ കണ്ടില്ലേ ടൂറിസ്റ്റ് ബസ് വളഞ്ഞു പോകുന്നത്. 22ാമത്തെ ഹെയർ പിൻ ബെൻഡാണിത്. ഈ ഹെയർ പിൻ ബെൻഡിൻ്റെ പേര് ഹിൽമൈന ഹെയർ പിൻ ബെൻഡ്. കേരള ബസ്സാണല്ലോ. അപ്പോൾ മൈനയ്ക്ക് ഇംഗ്ലീഷിൽ മൈന എന്ന് തന്നെ അല്ലേ പറയുന്നത്? ഞാൻ വിചാരിച്ചു മൈന എന്നത് മലയാളം പേരാണെന്നാണ് വിചാരിച്ചത്. നോക്കേ, ഇപ്പോഴും താഴെയായിട്ട് കാണുന്നതാണ് ആഴിയാർ ഡാം. കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നല്ലതുപോലെ കാണാൻ സാധിക്കും. നമ്മൾ താഴേക്ക് പോകുന്ന റോഡെല്ലാം നല്ല വ്യൂ ആയിട്ട് കാണാം കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. 13ാമത്തെ ഹെയർ പിൻ ബെൻഡെല്ലാം കഴിയുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ബസ് വളഞ്ഞ് അപ്പുറത്തെ ഭാഗത്തേക്ക് തിരിയട്ടെ, കാണിച്ചു തരാം. ഇതാ നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്കിക്കോ. താഴെയായിട്ട് കാണുന്നത് ആഴിയാർ ഡാമാണ്. നമ്മൾ താഴേക്ക് പോകുന്ന റോഡാണ് ആ താഴെയായിട്ട് കാണുന്നത്. മുകളിലൊക്കെ ആൾക്കാരിരുന്ന് നോക്കുന്നതൊക്കെ. എന്തായാലും ഈ ഒരു വ്യൂ കൊള്ളാം അല്ലേ. 10ാമത്തെ ഹെയർ പിൻ ബെൻഡാണ്. 10ാമത്തെ നോക്കി, അടിപൊളി വ്യൂ അല്ലേ. 9ാമത്തെ ഹെയർ പിൻ ബെൻഡിന് ഒരു ബ്രിട്ടീഷുകാരൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. മിസ്റ്റർ ലോം. അദ്ദേഹമാണ് ഈ ഒരു ആഴിയാർ ടു വാൽപ്പാറ റോഡ് സർവേ ചെയ്ത് സമർപ്പിച്ച് നടപ്പിലാക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ ഒരു റോഡിൻ്റെ ആ ഒരു വ്യൂ പോയിന്റ് 9ാമത്തെ ഹെയർ പിൻ ബെൻഡിന് ഇട്ടിരിക്കുന്നത്. 9ാമത്തെ ഹെയർ പിൻ ബെൻഡിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബസ് അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് തിരിയുന്നതെന്ന് തോന്നുന്നു.
എന്തായാലും നമുക്ക് ആ ഒരു വ്യൂ സൂം ചെയ്ത് നോക്കാം. ഇതോ കണ്ടില്ലേ അവിടെയായിട്ട് ആൾക്കാർ നിൽക്കുന്നത്, അതാണ് ലോംസ് വ്യൂ പോയിന്റ്, 9ാമത്തെ ഹെയർപിൻ ബെൻഡ്. നോക്കേ, അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയുമില്ല. ബ്രിട്ടീഷുകാരെ ഒന്ന് ആലോചിച്ച് നോക്കേ, അവർ കഷ്ടപ്പെട്ട് ഇത്രയും വഴിയൊക്കെ കണ്ടുപിടിക്കുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അവർക്ക് തേയിലയും കാപ്പിയും എല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എന്നാലും അവർ അത് ചെയ്തില്ലേ, അതുകൊണ്ട് ഇതുവഴി ബസ്സിൽ പോകുന്നു. ഇന്ത്യൻ പീകോക്ക് ഹെയർപിൻ ബെൻഡാണിത്, 8ാമത്തെ ഹെയർപിൻ ബെൻഡ്. അങ്ങനെ ലാസ്റ്റ് ഹെയർപിൻ ബെൻഡ്, 1ാമത്തെ ഹെയർപിൻ ബെൻഡും കഴിഞ്ഞിരിക്കുവാണ്. ഗ്രേറ്റ് ഹോൺബിൽ ഹെയർപിൻ ബെൻഡ്. നമ്മുടെ വേഴാമ്പലിൻ്റെ പേരിലാണ് 1ാമത്തെ ഹെയർപിൻ ബെൻഡിൻ്റെ പേര്. അങ്ങനെ ലാസ്റ്റ് ഹെയർപിൻ ബെൻഡും കഴിഞ്ഞിരിക്കുവാണ്. ഇനി നമ്മൾ ആഴിയാറിലേക്ക് കയറും. ഇപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നോ, റോഡിലൂടെ വന്നപ്പോൾ താഴെയായിട്ടൊരു വെള്ളം, ഡാമിൻ്റെ റിസർവോയറാണിത്, ആഴിയാർ ഡാമിൻ്റെ റിസർവോയറാണ്. ഇറിഗേഷന് വേണ്ടിയിട്ടും പിന്നെ കുടിവെള്ളത്തിനും വൈദ്യുതിക്കും എല്ലാം ആ ഒരു ആഴിയാർ ഡാം ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ഗ്രാവിറ്റി ഡാമാണ്, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പോലെ അതൊരു ഗ്രാവിറ്റി ഡാമാണ്. ഡാമിൻ്റെ ഭാരമാണ് അതിൻ്റെ എന്താ പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒഴുകി വരുന്ന വെള്ളത്തിൽ നല്ല ഭാരമുള്ളൊരു കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തടഞ്ഞു നിൽക്കില്ലേ, അതായത് ആ കല്ലിൻ്റെ ഭാരമാണ് അതിൻ്റെ ഗ്രാവിറ്റി. അതേപോലെയാണ് ഈ ഒരു ഡാമും, ഭാരം കൊണ്ടാണ് വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നത്, അല്ലാതെ ആ ഒരു ഡാമിൻ്റെ നിർമ്മാണ ശൈലി കൊണ്ടല്ല. നമ്മുടെ ഇടുക്കി ഡാം ഉണ്ടല്ലോ, ആർച്ച് ഡാം ഗ്രാവിറ്റി ഡാം അല്ല, അത് അതിൻ്റെ നിർമ്മാണ ശൈലി കൊണ്ടാണ് വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നത്. 2 ഭാഗത്തായിട്ട് വെള്ളത്തിൻ്റെ ഫോഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് വിടും. അങ്ങനെയാണ് ഇടുക്കി ഡാമിൻ്റെ ആ ഒരു നിർമ്മാണ ശൈലി. അതാണ് ഗ്രാവിറ്റി ഡാമും നോൺ ഗ്രാവിറ്റി ഡാമും തമ്മിലുള്ള വ്യത്യാസം. ഇതാ കണ്ടില്ലേ ഡാമിൻ്റെ റിസർവോയർ. ഇത് ബസ്സിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ടാണ്. ബസ് സ്റ്റോപ്പ് ഉണ്ട് അതിന് മുന്നിലായിട്ട്, പക്ഷേ എന്നാലും നമുക്ക് ഡാം ശരിക്കും വ്യൂ കാണില്ല. അങ്ങനെ നമ്മൾ ആഴിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുവാണ്. ഇങ്ങോട്ടേക്ക് ബസ് ഹാൾട്ടിംഗ് ആണ്, ചായ കുടിക്കാനൊക്കെ നിർത്തുവാണ്. ഇനി ഇവിടെ നിന്നും 24 കിലോമീറ്ററേ ഉള്ളൂ പൊള്ളാച്ചിക്കുള്ള ദൂരം. അപ്പോൾ 24 കിലോമീറ്റർ പോകുന്നതിന് ഇവിടെ ഹാൾട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഇത് തിരുപ്പൂർ പോകുന്ന ബസ്സായതുകൊണ്ടാണ് ഇവിടെ ഹാൾട്ട് ചെയ്തത്. എന്തായാലും ഈ ഒരു ഹാൾട്ടിംഗ് ഡെസ്റ്റിനേഷൻ എല്ലാം കൊള്ളാം. നോക്കേ, വലിയൊരു മലനിരയെല്ലാം കാണാം, നല്ല ഹൈറ്റിലാണ് ആ മലയുള്ളത്. നോക്കേ, സമയം ഇരുട്ടി, സമയം ഇപ്പോഴ് 6:30 കഴിഞ്ഞു. ഇവിടെ അത്യാവശ്യം ചായ കുടിക്കാനും അത്യാവശ്യം സ്നാക്സ് എല്ലാം കിട്ടുന്ന കടകളെല്ലാം ഉണ്ട്. നമ്മൾ പകൽ സമയത്താണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിലേ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും അതൊക്കെ ആയിട്ട് കച്ചവടക്കാരെല്ലാം നമ്മുടെ വണ്ടിക്കടുത്തേക്ക് വരും. പക്ഷേ ഇപ്പോഴും വൈകുന്നേരം ആയതുകൊണ്ട് ആരുമില്ല. യെസ്, നമുക്ക് ബസ്സിനകത്തേക്ക് കയറാം. ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ രാത്രി കാണാൻ പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ല, നമുക്ക് നേരെ പൊള്ളാച്ചിക്ക് വിടാം. അങ്ങനെ നമ്മൾ ആഴിയാർ നിന്നും പൊള്ളാച്ചിയിൽ വന്ന് പൊള്ളാച്ചിയിലേക്ക് ബസ്സിൽ വന്നിട്ട് ഇവിടെ ഒരിടത്ത് റൂം എടുത്തു കേട്ടോ. 500 രൂപയാണ് സിംഗിൾ റൂമിൻ്റെ ചാർജ്. കുഴപ്പമില്ലാത്ത റൂമാണ്. വന്ന് TV ഒക്കെ ഓണാക്കിയിട്ട് വന്നിട്ട് പോയി. എന്തിന്? നമ്മൾ ഈ ഫോണൊക്കെ നോക്കിയിരിക്കുമല്ലേ, TV ഒന്നും അങ്ങനെ കാണുന്നില്ല. അതും ഇങ്ങനത്തെ ഈ ചെറിയ TV എന്താ കാണാനാണ്. അങ്ങനെ എന്തായാലും ഞാനിനിയിപ്പം ഇവിടെ തങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ പറമ്പിക്കുളത്തേക്കൊക്കെ പോകാനാണ് പ്ലാൻ. പറമ്പിക്കുളം വന്യജീവി സങ്കേതവും അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. ടോപ്പ് സ്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോഴങ്ങോട്ടൊക്കെ പോകാനാണ് പ്ലാൻ. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. പുറത്തേക്ക് പോയി എന്തെങ്കിലും കഴിക്കണം. ഇവിടെ അടുത്തായിട്ട് ഞാൻ മെനഞ്ഞാന്ന് ഇവിടെ വന്നത്. മെനഞ്ഞാന്ന് ഇവിടെ അടുത്തായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ ചപ്പാത്തിയും ഓംലേറ്റും ഒക്കെ വാങ്ങി കഴിച്ചായിരുന്നു. അപ്പോഴവിടെ പോയി കഴിക്കണം. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്, പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോഴവിടെ പോയി കഴിക്കുക, എന്നിട്ട് റൂമിൽ വന്ന് കിടന്നുറങ്ങുക. ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടേ റൂമിൽ വന്ന് കിടന്നുറങ്ങണം. അപ്പോഴതൊക്കെയാണ് പരിപാടി. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.